രേണു സുധിയുടെ PR അമ്മാവന്മാരിൽ ഒരാൾക്ക് എൻ്റെ റേറ്റ് അറിയണം ഗൈസ്. അപ്പം സാധാരണഗതിയിൽ നമ്മളോട് ഈ റേറ്റൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? സാധാരണ ഒരു 20-25 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ പെട്ടെന്ന് ടെൻഷനാവും. പിന്നെ അങ്ങനെയാണ്. പിന്നെ ചില നല്ല ബോൾഡായിട്ടുള്ള പെൺകുട്ടികളാണെങ്കിൽ പറയും നിൻ്റെ അമ്മയും പെങ്ങന്മാരും എന്താ പറയണത്, നിനക്ക് അമ്മയും പെങ്ങന്മാരും ഇല്ലെങ്കിൽ അവനോട് പോയി ചോദിക്കാൻ പറയും. പക്ഷേ ഞാനിതൊന്നും അല്ല ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഈ രേണു സുധിയുടെ കാര്യങ്ങൾ പറയണ്ട എന്ന് വിചാരിച്ചിരുന്നത്. കാരണം എന്താണ് പറയുന്നത്, ബിഗ് ബോസിൽ എന്തെങ്കിലും ഷോ കളിക്കുകയാണെങ്കിൽ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നത്. കാരണം നമ്മൾ ആവശ്യത്തിന് പ്രതികരിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രതികരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത്. പക്ഷേ സമ്മതിക്കത്തില്ല ഗൈസ്, നമ്മളെ സമ്മതിക്കത്തില്ല. ഒരു തരത്തിലും ഇവന്മാർ തമ്മിക്കൂല. അപ്പോൾ പിന്നെ നമ്മളതിന് കൃത്യമായി മറുപടി പറയേണ്ടത്. എന്നെ പോലുള്ള ആൾക്കാർ മറുപടി പറഞ്ഞില്ലെങ്കിൽ ഈ സാധാരണ പെൺകുട്ടികളൊക്കെ ഈ ചാനൽ ചെയ്യുന്ന പിള്ളേരുടെ താഴെ വന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് വളരെ മോശമായിട്ട് ഇതിനേക്കാൾ വലിയ വൃത്തികേട് പറയും. അപ്പോൾ ആ കുട്ടികൾ പിന്നെ ടെൻഷനായിട്ട് വീഡിയോ ഇടാൻ പറ്റത്തില്ല. അവർ ചാനൽ കൂട്ടി അവിടെ വെച്ച്. പക്ഷേ നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ ചാനലിൻ്റെ ബാക്കിൽ ചാനലിൻ്റെ വീഡിയോയുടെ താഴെ വന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായ മറുപടി കൊടുക്കണ്ടേ? തീർച്ചയായിട്ടും വേണം അല്ലേ? അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ ആ ഒരു രേണു സുധിയുടെ കസിൻ PR അമ്മാവൻ അല്ല, ഒരുത്തൻ പേര് ശ്രീകലൻ കേട്ടോ. ശ്രീകലൻ എന്നാണ്. എല്ലാ വീഡിയോയുടെ അടുത്തും പോയിട്ട് ഭയങ്കര മെഴുകലാണ് പണി. പക്ഷേ ഒരു മെസ്സേജ് ആ മെസ്സേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഒരു കമൻറ്റ്, ഈ കമൻറ്റ് ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വായിക്കാൻ പറ്റാത്ത ഇതിൻ്റെ ചൊവ്വാഗ്രഹത്തിൽ നിന്ന് അവന് സ്കൂളിൻ്റെ വാതിൽ കണ്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ എന്നാലും അവനെ നമ്മൾ പരിഗണിച്ചു കേട്ടോ. അപ്പോൾ പരിഗണിക്കാതിരിക്കാൻ നമുക്ക് പറ്റൂലല്ലോ, നമുക്ക് കൃത്യമായിട്ട് പരിഗണിച്ചല്ലേ പറ്റൂ. അപ്പോൾ അവൻ്റെ ചൊവ്വാഗ്രഹത്തിലെ കണക്ക് മംഗ്ലീഷ് ആണെങ്കിൽ മര്യാദയ്ക്ക് മംഗ്ലീഷ് എഴുതണം, ഇംഗ്ലീഷ് ആണെങ്കിൽ മര്യാദയ്ക്ക് ഇംഗ്ലീഷ് എഴുതണം. അപ്പോൾ അല്ലെങ്കിൽ ഇതാണ് ഒരു വലിയ നീണ്ട എസ്സേകൾ പോലുള്ള സംഭവങ്ങളാണ്. നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നോ എന്നെനിക്ക് അറിയത്തില്ല കേട്ടോ. അതെ, നിങ്ങൾ എൻ്റെ വീഡിയോയുടെ താഴെ മിക്കവാറും എല്ലാ വീഡിയോയുടെയും താഴെ പോയി നോക്കിയാൽ മതി. അപ്പോൾ പേര് ശ്രീകലൻ. അപ്പോൾ അവന് ഞാനൊരു മറുപടി കൊടുത്തോട്ടെ പ്ലീസ് ഗൈസ്, നിങ്ങളുടെ അനുവാദത്തോടു കൂടി കൊടുക്കുവാണേ. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് റേറ്റാണ് ഗൈസ് ചോദിച്ചത്. അപ്പോൾ എൻ്റെ റേറ്റ്, നമ്മളിപ്പോൾ റേറ്റൊക്കെ ഇവനിപ്പോൾ എന്തായാലും റേറ്റ് ചോദിച്ചപ്പോൾ അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പം എടാ മോനെ, അപ്പം നേരിട്ട് കാണാതെ എങ്ങനെയാടാ റേറ്റൊക്കെ പറയുക? ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? നീ പല്ല് തേക്കുമോയെന്നറിയണം, നീ കുളിക്കുമോയെന്നറിയണം. നീ കുളിക്കുകയും ചവരിക്കുകയും ചെയ്തില്ലെങ്കിൽ പിന്നെ ആ സ്റ്റാൻഡേർഡിന് പറ്റത്തില്ല കേട്ടോ. കാരണം എന്തിനാണെന്ന് അറിയാമല്ലോ, ഈ റേറ്റ് ചോദിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കണം. വെറുതെ നീ ഏതെങ്കിലും കുഗ്രാമത്തിലിരുന്ന് റേറ്റ് ചോദിച്ചാൽ എങ്ങനെയാടാ വിവരദോഷി റേറ്റ് നിന്നോട് പറയാൻ പറ്റുക? നീ വാ, നീ ഇവിടെ വന്ന് നിന്നെ ഒന്ന് കണ്ടിട്ട് നീ കുളിക്കുവോ ചവരിക്കുവോ പല്ല് തേക്കുവോ എന്നൊക്കെ ഒന്ന് അറിയട്ടെ, എന്നിട്ട് ഞാൻ റേറ്റ് പറയുന്നതല്ലേ അതിൻ്റെ ഒരു ഭംഗി അല്ലേ ഗൈസ്, നിങ്ങളും പറയുന്നില്ലേ? അപ്പം ഇവൻ എൻ്റെ റേറ്റ് അറിയണം. അപ്പം ഇവന് കാണുന്ന സ്ത്രീകളുടെ എല്ലാം റേറ്റ് അറിഞ്ഞ് അവരെ എല്ലാം ഇങ്ങനെ അതാണ് അവൻ്റെ പണി. അവന് ഒരുപാട് ഐഡിയ ഉണ്ട്. എല്ലാം പെൺകുട്ടികളുടെ പേരിലാണ് ഐഡിയ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഒരു ഡിവൈസിൽ നിന്ന് എത്ര ഐഡിയ ഒരാൾ എടുത്തിട്ടുണ്ടായാലും ഒരു ഡിവൈസ് എവിടെയാണ് ലൊക്കേഷൻ എന്നൊക്കെ നമുക്കറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അവന് ഒരുപാട് ഫേക്കായിട്ടുള്ള ലേഡീസിൻ്റെ പേരിൽ കുറേ ഐഡിയ എടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവനൊരു റേറ്റ് അറിയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും പറയാം, എടാ വിവരദോഷി, വിവരം കെട്ടവനെ, നിനക്ക് അതിനും കെട്ട് വലുത് വിളിക്കേണ്ടതാണ്. ഞാനിത് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് ഞാൻ കൺട്രോൾ ചെയ്യുകയാണ്. എൻ്റെ റേറ്റ് അറിയണമെങ്കിൽ നീ നേരിട്ട് വന്ന്, നീ നട്ടലുള്ള ആണാണെങ്കിൽ നേരിട്ട് വന്നിട്ട് നീ വഞ്ചിയൂർ കോടതിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. വഞ്ചിയൂർ കോടതിയുടെ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് അനഘ, അല്ലെങ്കിൽ അവിടെ അനഘ അസോസിയേഷൻ നീ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി, ഞാൻ ആരാന്നറിയും. അപ്പം നിനക്ക് എൻ്റെ റേറ്റ് അല്ലേ അറിയണ്ടേ? അപ്പം നീ നേരിട്ട് വാ. എനിക്ക് ആദ്യം അറിയേണ്ടത് നീ പല്ല് കേൾക്കുമെന്നാണ്, പിന്നെ കുളിക്കുമെന്നറിയണം, നിൻ്റെ തലയിലെല്ലാം പേനും പൂഴും എല്ലാം എന്തെങ്കിലും അന്യഗ്രഹ ജീവികളോ എല്ലാം ജീവിക്കുന്നതെന്നറിയണം. കാരണം എന്താണെന്നറിയാമല്ലോ. അപ്പം ഇതാണ് ഗൈസ് കാര്യം. അപ്പം ഇവൻ എല്ലായിടത്തും വന്ന് എല്ലാ വീഡിയോയിലും താഴെ വന്ന് മെഴുകുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള വായി നോക്കികൾക്ക് ഈ കൊച്ചിന് ഞാൻ അതിനെക്കുറിച്ച് ഇനി ഒന്നും പറയില്ലെന്ന് വിചാരിച്ചേ. കാരണം ഞാൻ ആവശ്യത്തിന് മറുപടി കൊടുത്തു. പക്ഷേ ഇവനൊക്കെ കൊണ്ടുവന്ന് അതിനെ വീണ്ടും മോശമാക്കാൻ വേണ്ടിയിട്ട് ഇതേ കണക്കുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ കമൻറ്റുകൾ ഇടുവാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വീണ്ടും ഇത് പറയാൻ കാര്യം എന്നറിയോ,
ഈ പെങ്കൊച്ചിന് വല്ല വിവരമുള്ള വല്ല മര്യാദയ്ക്കുള്ള വല്ലവന്മാരെ ഈ PR ഏൽപ്പിച്ചാൽ പോരായിരുന്നോ? ഇതേ കണക്ക് സ്ത്രീകളുടെ പിന്നെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇതേ കണക്ക് വൃത്തിയോട് പറയുന്നവന്മാരെ ഏൽപ്പിച്ചത് കൊണ്ടല്ലേ ഇവളെ വീണ്ടും ഇത് കേൾക്കേണ്ടി വന്നത്? വല്ല കാര്യം ഉണ്ടെന്ന് എന്തായാലും കാശ് മുടക്കിയാണ് ഈ PR വർക്കൊക്കെ ചെയ്യുന്നത്, അല്ലാണ്ട് വെറുതെ ഇതൊന്നും ചെയ്തു തരത്തില്ലല്ലോ. ഈ PR വർക്ക് ചെയ്യുമ്പോൾ മാനം മര്യാദയ്ക്ക് PR വർക്ക് ചെയ്യുന്നവരെ ഏൽപ്പിക്കണം, അല്ലാതെ ഇതേ കണക്കുള്ള കണ്ട അലവലാതി ചെറ്റകളെ ഏൽപ്പിക്കരുത്. ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇതേ കണക്ക് നീ വല്ല എടുത്തും പോയിരുന്ന് പാവം ഗെയിമും കളിച്ചിട്ടിരിക്കുന്ന നിനക്കിത് കിട്ടും. കാരണം നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഞാൻ എന്നെ സംബന്ധിച്ചോളം ഗെയിമിനകത്തുള്ള കാര്യമാണ് പറയുന്നത്. കാരണം എന്തോ കാണിച്ചാലും പറയും. ഇപ്പം ഞാൻ അടുത്ത വീഡിയോ ഇടുമല്ലോ, അടുത്ത ആളിനെ. കാരണം ആരൊക്കെ എന്തൊക്കെ കാണിച്ചാലും നമ്മൾ പറയും നമ്മൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമല്ലോ, ബാക്കിൽ ലൈവ് അല്ലേ. അപ്പം ഇത് പറയും, അല്ലാതെ ആരെയും പേഴ്സണലി നമ്മൾക്കറിയില്ല. ഇവനൊരു ചാനൽ തുടങ്ങി ഒരാളിനെ മാത്രം കുറ്റപ്പെടുത്താൻ വേണ്ടി. ചാനൽ എൻ്റെ എൻ്റർടൈൻമെൻറ്റ് ചാനൽ. ഇനി 3 മാസം 100 ദിവസം ഈ ബിഗ് ബോസിൻ്റെതാണ് പറയുന്നത്. എൻ്റെ അപ്ഡേഷൻസ് കാണാൻ ഇഷ്ടമില്ലെങ്കിൽ നീ എന്തിനാണോ, നിങ്ങളൊക്കെ എന്തിനാണ് ഇങ്ങനെ മുന്നോട്ട് വരുന്നത്? കാണേണ്ടവർ മാത്രം കണ്ടാൽ മതി. എനിക്കിത് വെച്ചിട്ട് കോടികൾ സമ്പാദിക്കാൻ വേണ്ടൊന്നുമില്ല. എൻ്റെ നിലപാടുകൾ, എൻ്റെ ഇഷ്ടങ്ങൾ, അല്ലെ എൻ്റെ സംസാരം എന്താണോ, അതല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്കെതിരെ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ എനിക്കെതിരെ പ്രതികരണം വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് റിപ്ലൈ ചെയ്യുന്നത്, അത് മാത്രം കാണിച്ചാൽ മതി. ഇല്ല കൊച്ചു പിള്ളേരുണ്ടല്ലോ, 10, 20, 25 വയസ്സുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് ഇങ്ങനെയൊക്കെയുള്ള മര്യാദകൾ എഴുതുമ്പോൾ അവർ പാവങ്ങളാണ്, അവർ ടെൻഷനായിട്ട് അവരെന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റണം. പക്ഷേ ഇത് ആള് വേറെയാണ്. ഇതൊക്കെ പിന്നെ ഇടാ അമ്മായി അമ്മച്ചിയൊക്കെ തന്നെ. പിന്നെ അല്ലാണ്ട് ഞാനൊരു എൻ്റെ കൊച്ചിൻ്റെ അമ്മയാണ്, പിന്നെ ഞാനൊരു മോൻ്റെ അമ്മയാണ്. പിന്നെ ഞാൻ അമ്മായി അല്ലാതെ അമ്മച്ചി തന്നെ ആടാ, അവൻ്റെ അമ്മച്ചി എന്നാണ് വിളിക്കണേ. പിന്നെ അമ്മച്ചി അല്ലാതെ പിന്നെ ഞാൻ എന്തുവാ കുഞ്ഞു കുരുട്ടുവാവയോ? ഞാൻ ഒരു മുതുക്കി സ്ത്രീയാണ്, അല്ലെന്ന് ഞാൻ പറയണില്ലല്ലോ. ഞാനൊരു മുതുക്കി സ്ത്രീയാണ്. ഞാൻ എന്നെ ഇനി കല്യാണം ആലോചിക്കാൻ വന്നോ? കൊച്ചു പിള്ളേരെ വല്ലോ? എൻ്റെ പൊന്നെ, ഇവൻ ഇരുന്ന് പറയുകയാണ് മുതുക്കി അല്ലെ അമ്മായി അമ്മച്ചി. ഒയ്യോ, ഇവൻ വിചാരിക്കുന്ന നമ്മളൊക്കെ ഇങ്ങനെ ഭയന്ന് പേടിച്ച് വരച്ചു പോകുന്നതാണ്. അപ്പം ഇതേ കണക്കുള്ള വിവരദോഷികളെ ഇനിയെങ്കിലും PR ഏൽപ്പിച്ചുവിടാം. ഞാൻ PR ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ നല്ല മര്യാദയ്ക്ക് സംസാരിക്കുന്ന, മാനം മര്യാദയ്ക്ക് വിവരവും വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും ഏൽപ്പിക്കൂ. ഇവന് സ്കൂളിൽ പോയിട്ടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ചൊവ്വാഗ്രഹത്തിലെ പിന്നെ ലാംഗ്വേജ് ആണിത്. മംഗ്ലീഷ് ആണെങ്കിൽ ഒരുവിധം മംഗ്ലീഷ് എഴുതണം, പിന്നെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എഴുതണം, മലയാളം ആണെങ്കിൽ മലയാളം എഴുതണം. ഇത് രണ്ടും കെട്ട രീതിയിൽ. കാരണം ആരെങ്കിലും കൊണ്ടു കൊടുത്താൽ ഇവൻ എഴുതിയിരിക്കുന്ന തെറിയൊക്കെ വായിക്കണമെങ്കിൽ അവർക്ക് 1 മണിക്കൂർ പിടിക്കും. വളരെ കഷ്ടപ്പെട്ട് പെറുക്കി വേണം നമ്മൾ വായിക്കാൻ. അത് മനസ്സിലാക്കിയിട്ട് അവൻ ഒരിത്തിരിയാണ്. ഇവൻ ഇത് എഴുതുന്ന സമയം കൊണ്ട് രേണുസുതിക്ക് വേണ്ടിയിട്ട് 2 വീഡിയോ ഇട്ടാൽ പോരെ, ആ കൊച്ചിനെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ രേണുസുതി ഏൽപ്പിച്ചിരിക്കുന്ന PRകളെല്ലാം വെറും വിവരം കെട്ട വിവരദോഷികളാണ്. അവനൊക്കെ പെണ്ണുങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ പെണ്ണുങ്ങളെ റേറ്റ് അറിയണം. അവൻ്റെയൊക്കെ കൂടെ കിടക്കാൻ വിളിക്കുകയാണ് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം നിന്റെ അങ്ങനെയുള്ള നിനക്ക് എന്തെങ്കിലും ഒരു ചിന്ത, എന്തായാലും എന്നെ കണ്ടപ്പോൾ നിനക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു, അങ്ങനെയാണ് ഒരു തോന്നൽ വന്നിരുന്നെങ്കിൽ, അയ്യോ അപ്പം ഞാൻ ആലോചിക്കുകയാണ്. നമ്മളെ ഈ നഗ്നത കാണിച്ച് മാംസപ്രദർശനം നടത്തുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് കേട്ടോ. പല തരത്തിലുള്ള കാറ്റഗറിയിൽപ്പെട്ട കുറേ സ്ത്രീകളുണ്ട് മാംസപ്രദർശനം നടത്തി ജീവിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ കാണുമ്പോൾ നീ ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ നിനക്ക് സമയം കാണത്തില്ലൂടെ വിവരദോഷി. ഞാൻ അറിയാനും ചോദിക്കേ, ഇതിപ്പോൾ ചോദിക്കാൻ എനിക്ക് വിഷമമുണ്ട്, എന്നാലും എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ 16+ ഇടുവാണ് കേട്ടോ. കാരണം ഇതൊക്കെ കുട്ടികൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സമൂഹത്തിൽ ഒരു നല്ല മെസ്സേജുകൾ കൊടുക്കാനാണ് ഇവനൊക്കെ ചാനൽ തുടങ്ങുന്നത്. ഇതൊരുമാതിരി ഇവന്മാർ എന്നെ തന്നെ ചീത്തയാക്കുന്ന തോന്നുന്നത്. എൻ്റെ വായിലും നല്ലതൊന്നും വരുന്നില്ല, ഉള്ളത് പറയാമല്ലോ. അപ്പം അതുകൊണ്ട് ഇന്നത്തെ കാര്യം, ഞാൻ ക്രിമിനൽ കേസ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. എല്ലാ വൃത്തിയോടും പറയാനറിയാം. പക്ഷേ നമ്മുടെ ഒരു സ്റ്റാൻഡേർഡും ഒരു ബിഹേവിയറും ഒരു മാനേഴ്സും ഒരു സോഷ്യൽ മീഡിയയിലാണ് വന്നിരുന്ന് പറയുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇതിനപ്പുറം പറയാത്തത്. അപ്പം അതുകൊണ്ട് ഇനി നീ എന്നെ മെസ്സേജ് ചെയ്യുന്നതിന് മുമ്പ് നീ എന്നെ കാണാൻ വരണം. തിരുവനന്തപുരം വട്ടൂർക്കാവിൽ വന്നാൽ മതി. ഓക്കെ, ഞാൻ സ്ഥലവും പറഞ്ഞു തന്നിട്ടുണ്ട്. ഗൂഗിളിൽ എൻ്റെ ഫോൺ നമ്പർ വരെ ഉണ്ട്. അവിടെ പോയിട്ട് നീ അത് അന്വേഷിച്ചിട്ട് അതിൽ വിളിക്കുക കേട്ടോ. ആ നമ്പറിലും വിളിക്കണം. വിളിച്ചിട്ട് എൻ്റെ അടുത്ത് റേറ്റ് ചോദിക്കണം കേട്ടോ. ഓക്കെ, അപ്പം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരിട്ട് കണ്ടതിന് ശേഷം ആദ്യം നീ പല്ല് തേക്കുന്നവനാണോ എന്ന് എനിക്ക് അറിയണം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ റേറ്റൊക്കെ പറയും. കാരണം എനിക്കൊന്നും ഇഷ്ടപ്പെടണ്ടേ, ഒന്ന് വേണ്ടേ? അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്താണ് ബിഗ് ബോസ്, അപ്പം നിങ്ങൾക്ക് ഞാൻ വീണ്ടും പറയുകയാണ്, സോറി. കാരണം ഇത് നിവർത്തിയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ഒന്നല്ല, നിങ്ങൾക്കെല്ലാം ഈ കമൻറ്റ്സ് പോയി വായിക്കാൻ പറ്റില്ല. പിന്നെ വേറൊരു ID നിന്ന് അവൻ തന്നെ നമ്മൾക്ക് ഡിവൈസിൽ നിന്ന് എത്ര ID ഉണ്ടെന്ന്, ഏത് ഡിവൈസിൽ നിന്ന് ഇത് വരുന്നതെന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ വേറൊരു പിന്നെ എന്താണ്
നെഗറ്റീവ് കമൻസ് എല്ലാം പിന്നെ എന്തോ ഡിലേറ്റ് ചെയ്തെന്ന്. എടാ വിവരദോഷി, വൃത്തികെട്ടവനെ വായു നോക്കി, എടാ ഒരു നെഗറ്റീവ് കമൻറ്റ് വന്നാൽ അത്രമാത്രം റീച്ച്, എൻ്റെ വീഡിയോയ്ക്ക് റീച്ച് കയറും. ഇതെനിക്ക് അറിയത്തില്ല. ഞാൻ 2019 മുതലേ ചാനൽ തുടങ്ങിയ ആളാണ്. 2019 6 മാസം 19 തന്നെ മോണിറ്റൈസേഷനായ ചാനലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കേട്ടോ. അപ്പോൾ അല്ലാണ്ട് പിന്നെ ഡിലേറ്റ് ചെയ്ത് കളയേണ്ട ആവശ്യം എന്താണ്? നിൻ്റെ നെഗറ്റീവ് കമൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ ആരാണ്ട് പിടിച്ചങ്ങ് തൂക്കിക്കൊല്ലാൻ പോകുന്നുണ്ടോ വിവരദോഷി? ഓക്കെ, അപ്പോൾ ശ്രീകല നിന്നെ ഞാൻ എടുത്തോളാം. ഓക്കെ, നീ പറയും നിനക്ക് വെയിറ്റ് കൂടുതലാണ്, അതൊന്നും ഒരു കാര്യമില്ല. നിന്നെക്കാട്ടെയൊക്കെ വലിയ വലിയ ആൾക്കാരെയൊക്കെ നമ്മൾ കോടതികളിലും അവിടെ ഇവിടെയൊക്കെ കിടന്ന ക്രിമിനൽസിൻ്റെ കൂടാണ് നമ്മുടെ ഒരു സഹവാസം. അപ്പോൾ ഓക്കെ, അപ്പോൾ ഗൈസ് സോറി, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സോറി, എല്ലാവരോടും സോറി, താങ്ക്സ്. ഇതേ കണക്കുള്ള ഒരു വീഡിയോ നമുക്ക് ചെയ്യാൻ ആഗ്രഹമില്ല കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെയും അങ്ങനെ, പക്ഷേ ഇത് എന്താ പറയുക അൺസഹിക്കബിൾ ആണ് ആയതുകൊണ്ട്. കാരണം ഇനി നാളെ എനിക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം ഇനി നാളെ ഈ പെങ്കൊച്ചുങ്ങൾ ഏതെങ്കിലും കുട്ടികളുടെയൊക്കെ ഇതാകുമ്പോൾ അവരൊരു മാനസിക ബുദ്ധിമുട്ട് വരരുത് എന്ന് വിചാരിച്ച് ഞാൻ ഇതിനൊക്കെ പ്രതികരിക്കുകയാണ്. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വരാം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ലൈവ് അപ്ഡേറ്റ്സിൽ. ഒരുപാട് രാവിലെയൊക്കെ ഭയങ്കര അടിയായിരുന്നു. പിന്നെ ഇന്നലത്തെ കുറച്ച് ഇഷ്യൂസ്, രാത്രി 11 മണിക്ക് കോഫി പൗഡറിൻ്റെ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം പറയാം ഗൈസ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.